നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകൾ. ആദ്യമായിട്ട് അന്തരിച്ച ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നു. ആലുവയിലെ പുരാതന കുടുംബമായ മക്കവള്ള ഫാമിലിയുടെ ഉണ്ണി എന്നറിയപ്പെടുന്ന എം അബ്ദുള്ള എഞ്ചിനീയർ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു വിസ്താരി കൊടുക്കട്ടെ. ഇന്ത്യയിലെ ഒരേ ഒരു AICC പ്രസിഡൻ്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർ അവരുടെ പാർട്ടി എത്രമാത്രം പരിഗണിക്കുന്നുള്ള കാര്യം നിങ്ങൾ പാർട്ടിക്കാർ തീരുമാനിക്കട്ടെ. ഏതായാലും അദ്ദേഹത്തിന് ആത്മാവിനെ ഒരിക്കൽ കൂടി നിത്യശാന്തി തുടരും. ഒരു ചെറിയ കണക്കുണ്ട്. 30 അടി താഴ്ചയുള്ള കിണർ, അതിലൊരു തവള ഒരു ചാട്ടത്തിൽ 3 അടി മുകളിൽ കയറും, 2 അടി പുറകിലേക്ക് പോകും. ഒരിക്കൽ ചാടി മുകളിലെത്തിയ പിന്നെ താഴെ പോകില്ല. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ ചാട്ടം കൊണ്ട് ആ തവള കിണറ് വെളിയിലെത്തുന്ന ചോദ്യമുണ്ട്. സാധാരണ എല്ലാവരും 30 ചാട്ടം എന്ന് പറയാം. പക്ഷേ 28ാമത്തെ ചാട്ടത്തിൽ മുകളിലെത്തും. അതാണ് അതിന് ഉത്തരം. ഇവിടെ ചോദ്യം ഇല്ലല്ലോ, എല്ലാം ഉത്തരം തന്നെയുള്ളൂ എന്ന് പറഞ്ഞ പോലെ BJP സംബന്ധിച്ച് കേരളത്തിൽ 3 അടി മുകളിൽ കയറിയാൽ 2 അടി താഴിട്ടു. കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ്. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ലെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായ സമയത്ത് ചവിട്ടും തൊഴിയും പേരുദോഷം കേട്ട് പ്രവർത്തിച്ച 10,000-കണക്കിന് യഥാർത്ഥ പാർട്ടി സ്നേഹികളുള്ള കേരളത്തിൽ അവർക്കൊന്നും അവസരം കൊടുക്കാതെ ഇന്നലെ വന്ന പെൺകോന്നന്മാർക്കും അല്ലെങ്കിൽ ചില സമ്പന്നർക്കും സ്ഥാനം കൊടുത്ത് സ്വീകരിക്കുന്ന ഈ BJPയുടെ നേതൃത്വത്തെ പാർട്ടിയിൽ തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വെറുക്കുന്ന പോലെ ഞാനും അത് വെറുക്കുക. അതാണ് എൻ്റെ ശരി. ഇപ്പോൾ PC ജോർജ് മകൻ, ആനിയുടെ മകൻ, മറ്റ് മന്ത്രി എന്നൊക്കെ എല്ലാ സുരേഷ് ഗോപി എല്ലാവരും ഇന്നലെ വന്നവർക്ക് സ്ഥാനം കൊടുക്കാണ്. ഇപ്പോൾ PC ജോർജിന് ഗവർണറാക്കാൻ പറഞ്ഞ് ആലോചിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് സുരേന്ദ്രൻ്റെ കാര്യം ഇപ്പോൾ എന്താണ് ഡിലേ വരുന്നത്? ബാക്കി ശ്രീധരൻപിള്ള വന്നപ്പോഴും ഉടനെ കൊടുത്തല്ലോ, മറ്റേ കുമ്മന് വന്നപ്പോഴും ഉടനെ കൊടുത്തു. കാരണം നായർ വിഭാഗമാണ്, ഇയാൾ ഈഴ വിഭാഗമാണ്. അവിടെ അവഗണനയുണ്ട്, മനസ്സിലാക്കണം. അതാണ് BJPക്കുള്ള പോരായിക. ഇന്നലെ വന്നവനെ കണ്ട് അപ്പാന്ന് വിളിക്കുമ്പോഴാണ്. ഇന്നലെ വന്ന പടക്കാരാണെങ്കിൽ ഉടനെ അവനെ ഏൽപ്പിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ അർത്ഥം വെച്ചാൽ അധ്വാനിച്ചോ കഷ്ടപ്പെട്ടോ നേടിയ സ്ഥാനമാനങ്ങളെല്ലാം BJPയുടെ എങ്ങനെയോ കൃത്രിമത്തിൽ കൂടിയും പെട്ടെന്നും കിട്ടിയതാണ്. അങ്ങനെ കോടികളായതാണ്. അതാണ് അവർക്ക് യഥാർത്ഥ വികാരം അറിയില്ല, യഥാർത്ഥ പ്രവർത്തകൻ്റെ. അതാണ് കാണുന്നത്. ഇവിടെ മാത്രമല്ല, ദേശീയ ലെവലിലും. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യവും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു പറയുന്നത്. എനിക്കത് തോന്നുന്നു പറഞ്ഞത് ശരിയല്ല എന്ന്. പക്ഷേ പഠിക്കുന്ന കുട്ടി അധ്യാപകൻ തല്ലും, അതിനർത്ഥം അധ്യാപകന് കുട്ടിയോട് സ്നേഹമില്ലെന്നല്ല. കുട്ടി കൂടുതൽ നന്നാകാൻ വേണ്ടിയാണ്. അതുപോലെ ലീഗ് കുറച്ച് കൂടുതൽ നന്നാകാൻ വേണ്ടിയാണ് ആ പേര് മാറ്റാൻ പറഞ്ഞത്. ഇപ്പോൾ നല്ലൊരു അവസരം, ഇതിനു മുമ്പ് ഒരു അവസരം വന്നു ലീഗിന്. ഏത് പേര് മുസ്ലിം പേര് മാറ്റാൻ പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് വന്ന് ഒറ്റ ദിവസമുള്ള അപ്പോഴേക്കും BJP ഇടപെട്ട് അത് കേസ് പിൻവലിച്ചു. കാരണം കേസ് പിൻവലിച്ചില്ലെങ്കിൽ BJPക്ക് ക്ഷീണമാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും ഉണ്ടെങ്കിൽ മാത്രമേ BJPക്ക് കൂടെ ഭരണം നിലനിർത്താൻ പറ്റുള്ളൂ. അതവർക്കറിയാം. അതുകൊണ്ട് അല്ലെങ്കിൽ അന്ന് അവർക്ക് പേര് മാറ്റി ആ കാരണം പറഞ്ഞ് പേര് മാറ്റാത്. അവർക്ക് ഭയം എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ മുസ്ലിം എന്ന പേര് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ പേര് മറ്റാലും ഉപയോഗിക്കുന്ന പേടിയാണ്. അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല. ഇനി ഉപയോഗിച്ചാൽ സമ്മതിക്കില്ല. മുട്ടുകാലിൽ കാലിൽ പിടിക്കും. നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ എന്നിട്ട് ചെയ്തില്ല. ഇപ്പോൾ ഒരു അവസരം കിട്ടിയെന്നറിയോ? വഖഫ് പരിഷ്കരണ ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ ലീഗ് സിമ്പൽ
കപിൽ സിബൽ മുഖേന കൊടുത്ത് കേസ് വന്നിട്ടില്ലെങ്കിൽ കേസുണ്ട്. അതിൽ പറയുന്ന സത്യവാങ്മൂലത്തിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് വ്യക്തമായിട്ട് പറയുന്നതാണ് ABC ചാനലിൽ ഡോക്ടർ K രാധാകൃഷ്ണൻ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അത് ലീഗിൻ്റെ സാങ്ഷൻ പോകും, അനുവാദം പോകും എന്നുള്ളതാണ്. എന്തുവാകട്ടെ, നല്ലൊരു അവസരമാണ്. ഈ സമയം നിങ്ങൾ വിനിയോഗിക്കൂ. എങ്ങനെയാണ്? മുസ്ലിം എന്ന പേര് മാറ്റിയിട്ട് നിങ്ങൾ ദേശീയ ധാരയിൽ ചെയ്യൂ. ഇത് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുക്കുക. കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുക്കൂല. ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം എന്ന് വെച്ചാൽ, സോളമൻ ചക്രവർത്തി കുഞ്ഞിനെ പങ്കിട്ട കഥ പറഞ്ഞല്ലേ. അപ്പോൾ യഥാർത്ഥ തള്ള എന്താ പറഞ്ഞത്, പകുതി വേണ്ട അതിൻ്റെ കുഞ്ഞിനെ ജീവനോട് കാണാമെന്ന് പറഞ്ഞ്, കള്ളത്തള്ള എന്താ പറഞ്ഞത്, പകുതി കിട്ടിയതായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഈ 4 വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും 7 വിഭാഗത്തില്ല. ഇതാകുന്നോ അവരുടെ കപ്പാസിറ്റി എത്തിയത് അവർക്കറിയാം, പബ്ലിക്കും അറിയാം. പക്ഷേ ലീഗുകാർക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായില്ല. കേവലം 9% മാത്രമുള്ള നായർ വിഭാഗം. അതിലിട്ട് 60-70% BJP അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കൂടെയാണ്. ക്രിസ്ത്യൻസും അതുപോലെ 10% ഉള്ളൂ. അതിൽ ഒരു 5% ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗികളാണ്. ഈഴവാസി ഒന്നും ഇല്ലല്ലോ. ഈഴവാസി ഉള്ള 90% ഇപ്പോൾ LDFിൽ പോകണം, ഒന്നുമില്ല. എന്നിട്ട് അവരാണ് കാലാകാലങ്ങളെ ഈ മുഖ്യമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്നത്, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഈ 40% വരുന്ന മുസ്ലിം സമുദായത്തിന് ഒരു അവസരം വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ, അർഹതയില്ലാത്ത ആനുകൂല്യമാണ് മുസ്ലിം ലീഗ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ജനസംഖ്യ, അവരുടെ കപ്പാസിറ്റി നോക്കിയാൽ ഏതാണ്ട് 1/3 താഴെ മുസ്ലിങ്ങളാണ് ലീഗുള്ളത്. ബാക്കി 2 ഭാഗം പുറത്താണ്. പക്ഷെ അപ്പോൾ അവർക്ക് ഇത്രയും ആനുകൂല്യം കിട്ടില്ല. അപ്പോൾ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം ഈ കോൺഗ്രസ്, നായർ കോൺഗ്രസും ക്രിസ്ത്യൻ കോൺഗ്രസും ഈഴവ കോൺഗ്രസും ലീഗുകാർക്ക് കൊടുത്തിട്ട് ബാക്കി ആ സമുദായത്തിന് മുഴുവൻ ആനുകൂല്യം അവരാണ് എടുക്കുന്നത്. ഏത്? ആ സമുദായമല്ല, ഈ നായർ സമുദായം, പിന്നെ ക്രിസ്ത്യൻ സമുദായം. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അർഹത അനുസരിച്ച് 2 സീറ്റേ കിട്ടാൻ സാധ്യതയുള്ളൂ. അതിന് 5 സീറ്റ് പാർലമെൻറ്റില്ലേ. നായർ സമുദായത്തെ കിട്ടാൻ 2 സീറ്റ് കൊണ്ട് കിട്ടാൻ സാധ്യതയില്ല. അവർക്കുണ്ട് 4-5 സീറ്റ്. അപ്പോൾ ഇതെല്ലാം മുസ്ലിം സമുദായം കിട്ടേണ്ട ആനുകൂല്യം ഒരു പറ്റുന്നത്. ഇത് ലീഗിനെ കയ്യിലെടുത്തുകൊണ്ട് പിന്നെ മുസ്ലിങ്ങളും മിണ്ടിക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ലീഗ് വിരോധം, ലീഗ് പിന്നെ പ്രേമവും ഇല്ല. നിഷ്പക്ഷമായിട്ട് പറയണം. ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 5 ലക്ഷം മെമ്പർ, ആകെ 10 ലക്ഷമാണ്, 5 ലക്ഷം മെമ്പറുടെ കേരളത്തിലുള്ളത്. ബാക്കി 5 ലക്ഷമാണ് പുറം മറ്റെല്ലാ സ്റ്റേറ്റും കൂടെ ഉള്ളൂ. അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കപ്പാസിറ്റി. അതേ സ്ഥാനത്ത് ലീഗിന് 23 ലക്ഷം മെമ്പർമാരുണ്ട് കണക്കനുസരിച്ച്. എന്ന് പറഞ്ഞാൽ CPMന് ഒരു മെമ്പർഷിപ്പ് കിട്ടിയെങ്കിൽ എത്ര ഈസിയല്ല, ഒരു വീട്ടിൽ കടമ്പ കിടക്കണം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ പേര് മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ എതിര് പറയില്ലെങ്കിൽ എന്നെ ചേർക്കും. അതുപോലെ എല്ലാ അനുഭാവികളും ചേർക്കാണ്. അനുഭാവികൾ മാത്രമേ എതിർക്കാത്തവരൊക്കെ ചേർക്കും. അങ്ങനെയാണ് ഈ 23 ലക്ഷം കിടക്കുന്നത്. അപ്പോൾ 23 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അറിയാമെന്നാണ് നിങ്ങൾ പറയാത്തതാണ്. ഈ സമുദായത്തെ പറ്റിക്കാൻ വേണ്ടി എന്താണ് 40% ഉണ്ടെങ്കിൽ ഒരു 1.40 ലക്ഷമുണ്ട്, ഒരു 150 ലക്ഷമുണ്ട്. അതിൽ 23 ലക്ഷമാണ് ലീഗ് അനുഭാവികളുള്ളത്. അപ്പോൾ ഏതാണ്ട് 16, ഏതാണ്ട് 13-15, ഏതാണ്ട് 5-1 വരുന്നുള്ളൂ ലീഗുകാർ, മുസ്ലിങ്ങൾ ലീഗിൽ. ബാക്കിയുള്ള 4 ഭാഗം പുറത്താണ്. വേണ്ട 4-3 വെച്ച് 4. എന്നിട്ടാണ് അവർക്ക് അർഹതയില്ലാത്ത മുഴുവൻ കൊടുത്തുകൊണ്ട് ബാക്കി മുസ്ലിങ്ങൾ കിട്ടേണ്ട മുഴുവൻ ഈ നായരും ഈ ക്രിസ്ത്യാനി എടുക്കണം. അങ്ങനെ ഇനി വേണ്ട, സമ്മതിക്കില്ല, അത് സമ്മതിക്കില്ല. കാരണം നിങ്ങൾ എവിടെയാണ് ഈ 50 സീറ്റ് മുസ്ലിം സമുദായത്തിൽ ഇവിടെ കൊടുക്കും അസംബ്ലി ഇലക്ഷനിൽ? അതാണ് ചോദ്യം. എവിടെ കൊടുക്കും? നിങ്ങളിപ്പോൾ ഓരോ സീറ്റും പെറുക്കി എടുക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂർ വിഷയം അങ്ങനെ. അതായത് കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്ക് കോൺഗ്രസിനോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വാക്കിട്ട് 70-80% മുസ്ലിങ്ങളെ മലപ്പുറം ജില്ലയിൽ നിങ്ങളൊരു മുസ്ലിങ്ങൾ കൊടുക്കില്ലേ ലീഗ് DCC പ്രസിഡൻ്റായിട്ട്? ഒരു മുസ്ലിങ്ങളെ കൊടുത്ത് ഇപ്പോൾ ജോയിയുടെ വിഷയം അവിടെ വരുമോ? ഇത് മുസ്ലിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ ജോയിക്ക് കൊടുത്താൽ ജോയി ഇപ്പോൾ ആവശ്യപ്പെടുന്നു DC പ്രസിഡന്റിൽ. ഇപ്പോൾ തർക്കമായിപ്പോൾ എടുത്തൊന്നും എടുത്തു പോകാത്ത പോലെ ആയില്ലേ? അതാണ് നിങ്ങൾ. അപ്പം മുസ്ലിം ലീഗിനെ സുഖപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കയ്യിലെടുക്കാൻ വേണ്ടി നിങ്ങൾ അവർ പറയും പോലെ അവർക്കൊരു ആഗ്രഹമുണ്ട്. മുസ്ലിമല്ല ലീഗിലത്ത് വേറെ ആരും കേരളത്തിൽ പാടില്ലെന്നാണ്. സംഘപരിവാർ പറഞ്ഞേക്കാൾ കേട്ടാൽ അവർ ചിന്ത, അവരാഗ്രഹം. കാരണം അതാ പാർട്ടി അങ്ങനെ ആഗ്രഹിക്കും. അവരതല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ അവരെന്താ നോക്കട്ടെ, മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷം ഒരു ജില്ലയാണ് മലപ്പുറം.
കാരണം 600ഓളം പോക്കറ്റിൽ ഇന്ത്യയിലെ മുസ്ലിം പോക്കറ്റിൽ, അതിൽ മെയിൻ പോക്കറ്റാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ ഈ ലീഗുകാർ പറയട്ടെ, അവിടെ DC പ്രസിഡന്റ് മുസ്ലിമിനെ വെച്ചു, കുഴപ്പം, ഞങ്ങൾ തടസ്സമില്ല, അങ്ങനെ അവർ പറയില്ല. അവിടെ നിന്ന് മുസ്ലിം ലീഗ് വെച്ച് ബാക്കി ഒരു മുസ്ലിം രംഗത്ത് വരരുത്. അതിന് കോൺഗ്രസ്സുകാരെ നായന്മാർ കൂട്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി കൂട്ടി നിൽക്കുകയാണ്. കാരണം അവർക്ക് ലാഭമുണ്ട് ഇതിൻ്റെ. ഇനി ആ ലാഭം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പറയാതെ ഇതൊക്കെ ഇങ്ങനെ പറയാതിരിക്കുക. ഞങ്ങൾ ഇത്രയും ലോകം കണ്ട ഒരു മനുഷ്യൻ നിലയിൽ ഇത്ര സീനിയർ ഒരാൾ, 67 വർഷം പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരാൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ കണ്ണടിച്ചിരിക്കാൻ പറ്റും? ഇപ്പം മുരളീധരൻ, ശശി തരൂർ, KC വേണുഗോപാൽ, ശശി തരൂർ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇവരെല്ലാം മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നത്. വേറെ ഒരു സമുദായം ഇല്ലേ കേരളത്തിൽ? ഈ കേവലം 9% വരുന്ന നായർ വിഭാഗം മാത്രമാണോ മുഖ്യമന്ത്രി അർഹത? വേറെ ഒരു സമുദായം ഇല്ലേ? എന്നിട്ട് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു, അത് വേറെ കാര്യം, പ്രശ്നമില്ല. എന്നിട്ട് അവർ ചിന്തിക്കണ്ടോ, ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഈ മുസ്ലിങ്ങൾ വോട്ട് കിട്ടിയാൽ ഞങ്ങളോട് ജയിച്ചു വരുന്നത്, ഭരണത്തിൽ കിട്ടുന്നത്, അവർക്ക് മാന്യമായിട്ട് അംഗീകാരം കൊടുക്കാൻ ചിന്തിക്കുന്നുണ്ടോ? അതായത് ജോയിക്ക് വേണ്ടി വാദിച്ച ആരൊക്കെയാണ് ഇതിപ്പോൾ പറയാൻ വേണം. ഇപ്പോൾ KC വേണുഗോപാലോ അല്ല, സതീശനും ഇപ്പോൾ രമേശ് കൂടി ആലോചിച്ച് പിന്നെ അൻവറിനെ കാണുന്നുണ്ടാണ് ഇപ്പോൾ സതീശൻ ഇന്നത്തെ പ്രസ്താവന. ഈടോ സതീശ, നിങ്ങളും KC വേണുഗോപാലും ഒരു മുരളീധരനെ കൂടിയല്ലേ ഈ ജോയിയെ കൂടി രംഗത്ത് കൊണ്ടാക്കിയത്? നിങ്ങളത് അങ്ങനെ പറയുന്നത്. നിങ്ങൾ 3 നാൾ ജോയിക്ക് വേണ്ടി വാദിച്ചോണ്ടേ. പിന്നീട് മുരളി മറ്റേ ഇതുണ്ടല്ലോ, രമേശും പിന്നെ സുധാകരനാണ് മറ്റേ ആവശ്യമുള്ളൂ. അതാണോ ശരി? നിങ്ങൾ ബാക്കി എല്ലാവരും ജയിച്ചപ്പോൾ അവർ ഫാമിലിക്ക് കൊണ്ടപ്പോൾ ഒരൊറ്റ ചാൻസിൽ കൊടുത്തുള്ളൂ. വേറെ 2ാമത് ചാൻസ് കൊടുത്തോ? 2ാമത് പേര് വന്നോ? ഞാൻ ഇന്നലെ പറഞ്ഞു, വീണ്ടാവത് എന്നോട് ആൾക്കാർക്ക് കുത്തുകൂടി ചോദിക്കാണ്ട്, എടോ ഇത് ഷാബർ നിങ്ങൾ പറഞ്ഞത് ശരിയാണല്ലോ, ഇതൊക്കെ ശരിയല്ലേ? നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ വന്നപ്പോൾ ആരെങ്കിലും പകരം വന്നോടെ? 2ാമത് ചാൻസ് വന്നോടെ? ഒരു ലിസ്റ്റിൽ പേര് വന്നോ? പിന്നീട് കാർത്തികൻ്റെ മകൻ വന്നപ്പോൾ ഇത് വന്നോ? ഉമ്മ തോമസ് വന്നപ്പോൾ വന്നോ? രമ ബാലകൃഷ്ണൻ വന്നപ്പോൾ വന്നോ? പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോൾ അവിടെ ഗ്രൂപ്പായി, തർക്കമായി, 2-3 ആളായി. ആര് നിങ്ങൾ ഈ പാഠം പഠിക്കുന്നത്? ആര് നിങ്ങൾ പറ്റിക്കുന്നത്? നിങ്ങൾ ഇത്രയും കാലം ഈ സമുദായത്തെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെ, ലീഗും കോൺഗ്രസും കൂടി. ഇനിയും നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. എല്ലാവർക്കും തുല്യനീതി, അല്ല ഒരാൾക്കെന്ന എല്ലാവർക്കും തുല്യനീതി, സോഷ്യൽ ജസ്റ്റിസ്, അത് വേണം. നിങ്ങൾക്ക് നാണാവൂല? ഞാൻ ചോദിക്കണേ, സുധാകരൻ പിന്നെ സതീശനോടും രമേശോടും ചോദിക്കാം, നിങ്ങളാകെ 9% 60-70% വോട്ട് ഇത്തവണ BJPക്ക് കൊടുക്കുന്നുള്ളൂ ഈ 26 അസംബ്ലി ഇലക്ഷൻ. ഇപ്പം 50% കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ 50% BJPക്ക് കൊടുത്തത്. പിന്നെ എവിടെ നിങ്ങൾ BJP ഇത്ര വോട്ട് കിട്ടുന്നത്? ക്രിസ്ത്യാനി എത്ര പോയിട്ടുണ്ട്? മുസ്ലിങ്ങളൊന്നും പോയിട്ടില്ല. ഈഴവാസ് എത്ര പോയിട്ടുണ്ട്? അപ്പോൾ നിങ്ങൾ നായർ വോട്ട് കിട്ടിയിട്ടാണ്, 50% കിട്ടിയിട്ടാണ്. എന്നിട്ടും ഇത്രയും ചെറിയ ഒരു കപ്പാസിറ്റി ഉള്ള കോൺഗ്രസ്സിലുള്ള നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോഴേ ഔചിത്യബോധമുണ്ട്. ഒരു ഉളുപ്പില്ല നിങ്ങൾക്ക്. ഞാനങ്ങനെ ചോദിക്കാവോ? ഉണ്ടോ? ഞങ്ങളുടെ എത്ര കപ്പാസിറ്റി? കാരണം ഇവിടെ ഇത് കേൾക്കുന്ന മുസ്ലിം സമുദായത്തിലെ ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനീ പറയുന്നത്. അല്ലെങ്കിൽ മുസ്ലിം സുഹൃത്തുക്കളെ, ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കണം. സാമൂഹ്യ നീതി നടപ്പാകട്ടെ, സോഷ്യൽ ജസ്റ്റിസ് വരട്ടെ, എല്ലാവർക്കും നീതി ലഭിക്കട്ടെ, എല്ലാ സമുദായത്തിലും ലഭിക്കട്ടെ. ഇതൊരു വിഭാഗത്തിൽ മാത്രം മതിയോ കാലാകാലങ്ങളായിട്ട്? അതെന്ത് നീതിയാന്ന് ചോദിക്കുന്നത്? നീതി ലഭിക്കണ്ടേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സംസ്ഥാന പ്രസിഡന്റ് ഒരാൾ പോലും ഈ 20% വെച്ചിട്ടില്ല, കേരളത്തിൽ വെച്ചിട്ടില്ല. ബാബ മരിച്ചതിന് ശേഷമുള്ള ഒരു ബെസ്റ്റ് അദ്ദേഹത്തെ പേരിൽ നടത്തി കോൺഗ്രസ് ചെയ്തോ? ഇപ്പൊ ചേറ്റൂര് ശങ്കർ കുറിച്ച് ദേശീയ പ്രസിഡന്റ് ആയതാണ് അദ്ദേഹം. അത് മനസ്സിലാക്കണം. ഏക ദേശീയ പ്രസിഡന്റ് മലയാളി ദേശീയ പ്രസിഡന്റ്. ആ അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാൻ അറിയുന്നുണ്ടോ? അതായത് അബ്ദുറഹ്മാൻ സാഹിബ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു ആരംഭഘട്ടത്തിൽ. ആ അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ച ശേഷം ഒരു ബെസ്റ്റ് ഓഫ് പോലും അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു തങ്കപ്പൊരാളുണ്ടായില്ല, ഒരു ജില്ലാ പ്രസിഡന്റ് പേരിൽ ഇത്രയോ സ്ഥാപനം ഉണ്ടാക്കിയിടും. അപ്പം ഇതാണ് അവർ ചെയ്യുന്നത്. മുസ്ലിമാണോ? അതുകൊണ്ട് വേണ്ട.
എത്ര സമുദായത്തിന് SNDP NSS ക്രിസ്ത്യൻ സമുദായത്തിനൊക്കെ ഈ കേരള ഗവൺമെന്റിലും എത്ര ഏക്കറെല്ലാം ഭൂമി കൊടുത്തിട്ടുണ്ട്. ഒരു എന്താണ് പറയുക, വൈക്കം മുമ്പ് ബഷീറിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് കുറേ അധികം സമയം ജീവിതകാലത്തിൽ അധികം സമയം എറണാകുളത്ത് മേനയെടുത്ത് കഴിയാത്. ആ ബോട്ടിലേക്ക് അദ്ദേഹത്തിന് പേര് തമ്പോൾ ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തു. എന്നിട്ട് എവിടെ അതുകൊണ്ട് അവൻ പേരിട്ടിട്ടില്ല. അത് പേരിടുമ്പോൾ പുള്ളി പേര് കൊടുക്കാൻ പറ്റില്ല. അത് പേരാ ആ ബോട്ടി കെട്ടി പണിതിട്ട് ഇപ്പോൾ വർഷം 10-15 പേരിട്ടില്ല. എപ്പോഴും ആ ബോട്ടി കെട്ടി മേനക ബോട്ടി കെട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അവഗണന വേണ്ടെന്നേ. നിങ്ങൾ RSSനെ കാണിച്ച് പേടിപ്പിച്ച് മുസ്ലിങ്ങളെ ഒതുക്കിക്കോളൂ, അവർക്കൊന്നും കൊടുക്കണ്ട എന്നൊരു ചിന്ത കോൺഗ്രസ് ഉണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് ആ ആര്യാടൻ്റെ മകനെ DC പ്രസിഡന്റ് ആക്കിയിട്ടില്ലേ? അപ്പോൾ KPC പ്രസിഡന്റ് ആയില്ലേ, ജനറൽ സെക്രട്ടറി ആയിട്ടില്ലെന്ന്. എന്നിട്ട് ഇതിപ്പോൾ വോട്ട് വന്നപ്പോൾ പുള്ളിക്ക് അവിടെ ഇല്ലാതെ വന്ന് 2-3 ഗ്രൂപ്പ് വന്ന് ജോയി വന്ന് പ്രശ്നം വന്ന്. ജോയിയുടെ കെയർ ഓഫിൽ ഒരു M5 എന്നായിട്ട് ഒരു ചാനലുണ്ട്. അതൊക്കെ ജോയിക്ക് വേണ്ടി അങ്ങോട്ട് വാനോളം പുകഴ്ത്തി പ്രചരിക്കുകയാണ്. ജോയി എന്നാൽ മാത്രമേ ജയിക്കുള്ളൂ. ആര്യാട് മുഹമ്മദ് ഷൗക്കത്ത് നിന്ന് കഴിഞ്ഞാൽ ജയിക്കൂല, തോറ്റുപോകും. തന്നെയല്ല അയാളല്ലെങ്കിൽ LDFിലേക്ക് പോകും. അപ്പോൾ ആൾക്കാർ കുറ്റപ്പെടുത്തുമല്ലോ. അതായത് തനിക്കാക്കി വെടുക്കാക്കി തനിക്കാന്ന് പറയാൻ പോലെ, അല്ലെങ്കിൽ പട്ടി കൊന്ന് 7 പേപ്പട്ടിയാന്ന് അമേരിക്കൻ പഴഞ്ചൽ പോലെ. അങ്ങനെയൊന്നും വേണ്ട. ഈ സമുദായത്തിൽ ചോദിക്കാൻ ആളില്ലെന്ന് വിചാരിക്കരുത്. സമുദായത്തിൽ ചോദിക്കാൻ ആളുമുണ്ട്, അർത്ഥമുണ്ട്, എല്ലാ നിലക്കും ചിന്താശക്തിയുള്ള ഗ്രൂപ്പും ഉണ്ട്. പക്ഷെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും വർഗീയമായി ചിന്തിക്കാൻ പാടില്ല, രാജ്യദ്രോഹമായി ചിന്തിക്കാൻ പാടില്ല. രാജ്യസ്നേഹി നിന്നുകൊണ്ട് രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റെല്ലാവരും അംഗീകരിച്ചും ബഹുമാനിച്ചും കൊണ്ട് അവരൊരു കാര്യം ചോദിക്കണം. അതാണ് CH ഉമ്മോയ പറഞ്ഞ ഭാഷ ഉണ്ടല്ലോ. മറ്റൊരാളുടെ ഒരു കടുക് മണികൾ അവകാശം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഒരു നെൽമണി അവകാശം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് വളരെ പ്രസക്തമാണ്. അത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് പറഞ്ഞില്ല, ഇവിടെ ശക്തിയുടെ അവിടെ അംഗീകാരമുണ്ടെന്ന്. ആ ഒരു വാക്കൊന്നും കുഞ്ഞാക്കയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല, ഒരു തങ്ങളുടെ ഇത് വന്നിട്ടില്ല. കാരണം അതിന് CH ഇവിടെ കിടക്കുന്നു, കുഞ്ഞാക്കായൊക്കെ ഇവിടെ കിടക്കുന്നു, വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം ലീഗോട് പറഞ്ഞു, നിങ്ങൾ ആ പേര് മാറ്റി ഒരു ദേശീയ ധാരയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാം, നിങ്ങൾ ആരും തൊടുവില്ല, നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാം, അവകാശപ്പെടാം, കയ്യിൽ കിട്ടും. ഇത് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാതിരിക്കാൻ വേണ്ടി മുസ്ലിമിന്റെ പേര് മാറ്റാൻ കോൺഗ്രസിലെ ചിലർ സമ്മതിക്കില്ല. അവർക്കല്ലേ എൻ്റെ ബുദ്ധിമുട്ട്. പക്ഷെ അത് സമ്മതിക്കില്ല. വേണ്ട. അതേ സതീശനോട് പറഞ്ഞത്, നിങ്ങൾ കുറച്ചുകൂടി കഴിവുള്ള ആളാണ്, നിങ്ങൾ ആ ലീഗാരോട് പറയണം, കുഞ്ഞാക്കോട് നിങ്ങൾ ആ പേരൊന്ന് മാറ്റി. ഇപ്പം നല്ല അവസ്ഥയാണ്. സുപ്രീം കോടതിയിൽ ഇവർ സത്യാപനം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ജാതി പാർട്ടിയാണ്, മുസ്ലിങ്ങളുടെ മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, അവർ നേട്ടത്തിന് വേണ്ടിയാണെന്നൊക്കെ സത്യാപനം കൊടുത്തതാണ് ഡോക്ടർ K രാധാകൃഷ്ണൻ പറഞ്ഞത്. ശരിയായിട്ടൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മുസ്ലിം എന്ന പേര് മാറ്റാം. അപ്പോൾ ആരൊന്നും പറയില്ല, വേറെ ആൾ അത് ഉപയോഗിക്കില്ല. അത് ചെയ്യുന്നുണ്ടോ? അതാണ് സംഗതി. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ കരിമ്പങ്കാലൊക്കെ പറഞ്ഞിട്ടില്ലേ, RSSകാരുടെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിക്കണം. നിങ്ങൾ കാണണം. എന്തടിക്കാനിടോ നിങ്ങൾ ധരിക്ക് കേരളം അല്ല ഇന്ത്യ ഇതുപോലെ കേരളം മറ്റ് പല ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും 1000 ഏക്കർ സ്ഥലമുണ്ട്. അതാണ് 20 കോടി ഏക്കർ സ്ഥലം. നിങ്ങൾ കരമ്പന നിങ്ങൾ നോക്കാമാണ്. 20 കോടി ഏക്കർ ഭൂമി ഉള്ളതാണ് കണക്ക് നെറ്റ് കിടപ്പെട്ടത്. അതാണ് ഓർഗൻസി പറഞ്ഞത്. അപ്പോൾ അവർ അതല്ല വേറൊരു 2 കാര്യം പറഞ്ഞത്, അത് നിങ്ങൾക്ക് കേട്ടറിയില്ല. ഇന്ത്യയിൽ ആകെ 800 കോടി ഏക്കറുള്ളൂ. ഇന്ത്യയിൽ ആകെ 800 കോടി ഏക്കറിനെ 20 കൊണ്ടായിരിക്കും 40-ൽ 1 വരും. എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഇന്ത്യയുടെ സ്വത്ത് 40-ൽ 1 കത്തോലിക്കൻ്റെ കയ്യിലാണ്. കത്തോലിക്കൻ്റെ കയ്യിൽ മാത്രം, ക്രിസ്ത്യാനിയുടെ കയ്യിൽ മാത്രമല്ല, കത്തോലിക്കൻ്റെ കയ്യിൽ മാത്രം. ഇവർ കണ്ട് സാധിച്ചിരിക്കുമോ? അത് വഖഫിൻ്റെയോ 1:700, 700-ൽ 1 വഖഫിൻ്റെ സ്വത്ത് 700-ൽ 1 1:700. കത്തോലിക്കൻ്റെ കയ്യിൽ 1:40. ഇതൊക്കെ കണക്ക് ഉദ്ദേശിച്ചോട് പറയുമ്പോഴേ അവർ വെറുതെ ഇരിക്കുമോ? എന്നിട്ട് പറയാണ് മുസ്ലിം സമുദായത്തിൻ്റെ വഖഫ് നിയമത്തിന് വേണ്ടി കാസ എന്ന ആ രാജ്യദ്രോഹ പാർട്ടി സുപ്രീം കോടതി പോയേക്കാണ്. എന്തിനാണ് സുപ്രീം കോടതി കാസങ്ങൾ പോണ്? നിങ്ങൾക്ക് ഒക്കെ പുസ്തകമായിട്ട് എന്ത് ബന്ധം? അത് മുസ്ലിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ.
പേർഷ്യക്കാർ നിങ്ങൾ ഇടപാട് നിങ്ങൾക്ക് ആരധികാരം തന്നു? ഇപ്പം ചീഞ്ഞ് നാറിക്കിടന്ന മെഴുകല്ലേ ദേവ ആ മാർപ്പാപ്പ നന്ദിച്ച മാർപ്പാപ്പ എത്ര സത്യസന്ധ മനുഷ്യർ, എത്ര സാധു മനുഷ്യർ, നീതിക്ക് വേണ്ടി പറഞ്ഞതല്ലേ. നിങ്ങൾക്കിതാ ചിന്ത വരാത്തത്? നിങ്ങൾ നീതിക്ക് വേണ്ടി ചിന്തിക്കണ്ടേ? അതല്ലേ ക്രിസ്ത്യൻ സമുദായം പറയുന്നത്, ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത്. നീതിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ ഒക്കെ സ്വത്ത് മുസ്ലിങ്ങളുടെ മാത്രമാണ്. അത് നിങ്ങൾ അതിൽ കൈ കടത്തി നിങ്ങളത് സംഘപരിവാരം കൊടുക്കാൻ വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ ആരും അറിയുന്നില്ലെന്നോ, ആരും കേൾക്കുന്നില്ലെന്നോ. ഇതെന്താണെന്നറിയോ? ഇത് അന്യായം ചെയ്യുമ്പോൾ ചോദിക്കാൻ ആരുമില്ല. അതായത് ഖുർആൻ പറയുന്നറിയോ, അനീതി കണ്ടിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹി, ഏറ്റവും വലിയ കുറ്റവാളി. ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുകൊണ്ട് കാര്യമില്ല. അന്യായം കണ്ടാൽ, അനാവശ്യം കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം. പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹി അല്ലെങ്കിൽ ഏറ്റവും വലിയ കുറ്റവാളി എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ വചനമാണ്, ദൈവവചനമാണ്. ഏത് നിലക്ക് നോക്കിയാലും ഇപ്പം നമ്മൾ 4-1 പറയും, നമ്മൾ 10,000 അംശം വെച്ച് നോക്കിയാൽ പോലും എന്ത് കാര്യം കൊണ്ടാണ് സഭയും സഭയുടെ കുഞ്ഞാടുകളും കാസയൊക്കെ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന വഖഫ് വിഷയത്തിൽ കൈ കടത്തിയത് മാത്രമല്ല, താക്കീത് ആജ്ഞാപിച്ചു. ക്രിസ്ത്യൻ എംപിമാരെ ആജ്ഞാപിച്ചത് മാത്രമല്ല, ഞങ്ങൾ കാണിച്ചെന്നുള്ള പോസ്റ്റർ എത്തിക്കുകയും IB-യുടെ അവിടെ എതിരായിട്ട് പോസ്റ്റർ ഇറക്കി. അതൊന്നും വേണ്ട. IB-യുടെ എന്തോടാ നിങ്ങളായിട്ടില്ല. അതൊന്നും വേണ്ട. നിങ്ങൾ ആജ്ഞാപിക്കാനായിട്ടില്ല. നിങ്ങൾക്ക് മര്യാദക്ക് നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് അന്തസ്സായിട്ട് പോകാം, സുഖലോലുവ ജീവിച്ചു പോകാം. പണ്ടില് ഒന്നൊരു കത്തോലിക്കും പുരോഹിത ആയിക്കലിക്ക കമ്മ്യൂണിസ്റ്റ് ആരായിക്കും, ഈ രണ്ടുപേരാണ് ജീവിതത്തിൽ സുഖം. പെണ്ണിന് പെണ്ണ്, പണത്ത് പണം, അത് എന്തും കിട്ടും. ബാക്കി കോൺഗ്രസ് നേതാക്കളൊന്നുമില്ല. ഒരു കോൺഗ്രസ് നേതാവ് പെണ്ണുപിടിക്കാൻ പോയാൽ മറ്റൊരു പറഞ്ഞു നടക്കും. അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ രാമനിലെത്തി പോയിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ പോയിട്ട് അവസാനം കോൺഗ്രസ്സുകാരനെ ഒറ്റുകൊടുത്ത് അങ്ങനെ പോലീസ് വന്നൊക്കെ വന്നപ്പോഴാണ് വലിയ നേതാവ് കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് പിന്നെ അവിടെ സെക്യൂരിറ്റി എന്ന പോലെയാണ്. അത് സഖാക്കൾക്കില്ല, അതുപോലെ സഭയ്ക്കില്ല. മുട്ടിക്കളയത് അങ്ങനെ സഹിച്ച് ജീവിച്ചൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അന്യായമായിട്ട് യാതൊരു ന്യായമില്ല. നമ്മൾ പറഞ്ഞല്ലോ, എന്ത് തെറ്റ് നമുക്ക് ചെയ്യാം, അത് ന്യായീകരണമാണ്. അത് ഞാൻ ചില ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ ഒരാൾ ഭാര്യ വീട്ടിൽ ചെന്ന് നേരെ വെളുത്ത് അവിടുത്തെ നാത്തൂൻ്റെ മുന്നിലൂക്കി ആ ആളെ ലൂക്കി നാത്തു കൊടുത്തെങ്കിൽ എന്ത് ന്യായീകരണം പറയേണ്ടത്? ഒരു ന്യായീകരണം പറയാനില്ല. അതുപോലെ വൃത്തികെട്ട കാര്യം ചെയ്യരുത്, ന്യായീകരണം ഉണ്ടായിരിക്കണം. സഭയ്ക്ക് ഒക്കെ വൃത്തിയിൽ ഇടപെടാൻ സഭയ്ക്ക് എന്ത് ന്യായീകരണം? ക്രിസ്ത്യൻ സമുദായത്തിന് ന്യായീകരണം ചോദിക്കണം, നിങ്ങൾ ഉത്തരം പറയണം. ഇത് കഴിഞ്ഞാലും പറയും, ഇനി ലോകമുള്ള കാലം വരെ നിങ്ങൾ പറയണം. നിങ്ങളുടെ പേരിൽ ആരോപണം കിടക്കും. അതേസമയത്ത് നിങ്ങൾ പഞ്ചാബിൽ നിന്ന് കാലത്തേ പറഞ്ഞല്ലോ കേസ് കൊടുത്തിട്ടുണ്ട്. അതെന്താ കേസ് കൊടുത്ത്? അമുസ്ലിങ്ങൾക്കും വഖഫ് സ്വത്ത് വഖഫ് ചെയ്യാനുള്ള പവർ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. അതും നിങ്ങൾ തമ്മിൽ പറഞ്ഞ് എന്ത് വ്യത്യാസം? കടലാടി പോലില്ലേ? ആരും ഒന്നും അറിയുന്നില്ലെന്നോ? കാരണം ഈ സമുദായമല്ലേ അത് മരം വെട്ടികളും കാലിച്ചക്കച്ചോ. അതായത് ഗ്യാസ് ഏജൻസി എടുത്തപ്പോഴേ ഒരു സ്വാമി പറയണോ, എവിടെ നിങ്ങൾ കാലിക്കച്ച് നടത്തിയാൽ പോരുന്നു. എൻ്റെ സ്നേഹത്ത് എറണാകുളത്ത് ഗ്യാസ് ഏജൻസി കുറച്ച് സ്റ്റാൻഡേർഡ് ആണല്ലോ. അപ്പോൾ തമാശക്കാണെങ്കിലും ആ സ്വാമി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പഴയ കാലിച്ചാക്കും കുപ്പിക്കും കച്ചെന്നാൽ പോരെന്ന്. അവൻ്റെയൊക്കെ ചിന്താഗതി ഉണ്ടോ? ഒരു നിലക്കും വളരെ അനുവദിക്കില്ല, വളരെ പാടില്ല. അതൊന്നും വേണ്ട. നമുക്ക് തുല്യ അവകാശം വേണം. നിങ്ങൾ എന്ത് സംഘപരിവാരം ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും തുല്യ അവകാശം വേണം. അതിനപ്പുറത്തേക്കുള്ളൊരു ചോദ്യമില്ല. ലീഗ് നിങ്ങൾക്ക് പറ്റിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ കുഞ്ഞാക്കാരെ പറ്റിക്കാം. അതിന് പണമുള്ളതുകൊണ്ട് അവർക്ക് ഒതുങ്ങേണ്ടി വരും. ഞങ്ങൾക്ക് ഒതുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നത്തിങ് ഡു ഇറ്റ്. അഭിമാനത്തോടെ തലവെത്തി പറയാം, നമ്മളതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പണമുള്ളവന്, അത് അരയിൽ പണമുള്ളവന് അരയിൽ മടിശീലിൽ പണമുള്ള കട്ടിയുള്ളവന് ഭയക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഒരു കൃത്യമായിട്ട് കട്ടൊന്നും ഒരു പൈസ ഉണ്ടാക്കിയിട്ടില്ല. നിയമത്തിൽ വിധേയമല്ലാതെ ഒരു പൈസ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഏതിലും പോയതല്ല. അവിടെ നമുക്ക് തുറന്നു പറയാം. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലുള്ള ആവശ്യങ്ങൾ നിർത്തി. ഇനിയിപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് പറഞ്ഞാൽ അത് പറഞ്ഞാൽ നമുക്ക് നിർത്താം. അതാണ് നമ്മുടെ മെയിൻ വിഷയം. എന്താണ് നിലമ്പൂരിൽ? ഞാൻ പറഞ്ഞല്ലോ, UDF നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വിലക്കെടുക്കാൻ അല്ലെങ്കിൽ താക്കീത് ചെയ്യാൻ ആരാണ് അൻവർ? ചോദ്യം പ്രസക്തമാണ്.
അത് ഒരു കുഞ്ഞു പോലും അൻവറോട് നേരിട്ട് ചോദിക്കാൻ കോൺഗ്രസ് നേതാക്കൾ കഴിവില്ല. ഇപ്പം അത് ബുധനാഴ്ച, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയില്ലേ, മറ്റന്നാൾ സതീശനും രമേശ് ചെന്നിത്തല കൂടി അൻവറിനെ കാണാൻ പോകണം, അല്ലെങ്കിൽ അൻവറിനെ ക്ഷണിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക്. എന്നിട്ടെന്താ ഓച്ചാഞ്ചു കാണാം? നീ ആരുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർത്തിയേക്കാന്ന് എന്ന് പറഞ്ഞിട്ട് ലെറ്റിംഗ് ഗോ വിട്ടിടണം. കാരണം ഞാൻ ഒരു കാര്യം പറയുക, കോൺഗ്രസ്സുകാരോട് പറയണം, യു ഡി എഫുകാരോട് പറയണം, ലീഗുകാരോട് പറയാണ്, ഇനി നിലമ്പൂർ യു ഡി എഫിന് സ്ഥാനാർത്ഥി തോറ്റു എന്ന് വിചാരിക്കുക, അതിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് പോവില്ല, ഒരു MLA സ്ഥാനം പോവില്ല, 7 MLA നമുക്ക് കിട്ടിയുള്ളൂ. അതിനു വേണ്ടി അൻവറിന്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുകൊടുക്കരുത്, അൻവറിന്റെ മുമ്പിൽ മുട്ടുകൊടുക്കരുത്. അൻവർ ചെയ്തു പോകുമ്പോൾ വഞ്ചന എന്നറിയോ? ആര്യൻ മുഹമ്മദിന്റെ മകൻ ആര്യൻ ഷൗക്കത്തിന് അവൻ പറഞ്ഞതറിയോ? ഞാനറിയില്ല ആരാണ്, ഒരു എഴുത്തുകാരനല്ലേ, ഈസി ആയിട്ട് താനിക്കൊക്കെ തൻ്റെ വാപ്പ മരിച്ചില്ല, സ്വാതന്ത്ര്യം, ആ വാപ്പയുടെ പേര് വെച്ച് നോക്കണ്ടേ? ആര്യയുടെ മുഖത്ത് തന്നെ അറിയില്ലേ? ആര്യ മുഹമ്മദിന്റെ മകൻ പിന്നെ നൗഷാദ് നിങ്ങളുടെ അറിയില്ലേ? എന്നിട്ട് പറയാണ്, പത്രക്കാർ ചോദിച്ചപ്പോൾ ആരാണ്, ഏതൊരു നോവൽ എഴുതി നടക്കുന്ന ആളല്ലേ, അത് രംഗത്ത് എപ്പോഴും ഉണ്ടാവും, അത് എപ്പോഴും അകത്തായിരിക്കുമല്ലോ നോവൽ എഴുത്തുകാരൊക്കെ എന്നൊരു ഈസി ആയിട്ട്. ആരോടും അതൊക്കെ പറയാനായിട്ട്? ആര്യാടൻ മുഹമ്മദ് ആരായിരുന്നു? മുസ്ലിം ലീഗിന്റെ അയബത്തരം ഒരു ഉൾമ്പത്തിനും ഇല്ലാതാക്കിയത് ആര്യാടൻ മുഹമ്മദാ. കോൺഗ്രസ് വേരുണ്ടാക്കിയത് മലബാർ വേരുടെ ആര്യ മുഹമ്മദാ. ആ ആര്യാടൻ മുഹമ്മദിനെ ഈ കോൺഗ്രസ്സുകാർ കാലുവാരി പറ്റിച്ച് ചതിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിന്റെ പേരൊക്കെ പറഞ്ഞ്. എടോ തലയുയർത്തി കോൺഗ്രസ്സുകാർക്ക് മലബാറിൽ നിൽക്കാൻ അവസരം കൊടുത്ത് ഈ ആര്യാടൻ മുഹമ്മദാണ്. ഇത്ര കോൺഗ്രസ് സതീഷ് ഒന്നും ഇല്ല, സതീഷ് ഇന്നാൾ വന്നോളൂ. അവിടെ മുസ്ലിം ലീഗിന്റെ തല്ല് കൂട്ടുകൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ തല്ല് കൂട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിർത്തിയത്, കോൺഗ്രസ് മേൽവ്യവസ്ഥ ഉണ്ടാക്കിയത്, ഒരു അന്തസ്സിന്റെ അഭിമാനം ഉണ്ടാക്കിയത്, ഒരു ആ വ്യക്തത ഉണ്ടാക്കിയത് ഈ ആര്യാടൻ മുഹമ്മദാണ്. അയാൾക്ക് തികച്ചും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരുണ്ടായിരുന്നു. നിങ്ങൾ ആരും കോൺഗ്രസ് നിങ്ങളാരും ചിന്തിച്ചാലും മരിക്കുന്നവര് ഏതിൽ കോൺഗ്രസ്സുകാരും പറഞ്ഞു ആര്യാടൻ മുഹമ്മദ് മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട്. എന്തുകൊണ്ടാണ് ആര്യാടൻ മുഹമ്മദ് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതെ കിട്ടാതെ പോയത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിരിപ്പ് ശരിയില്ല. അത് ഇനി വേണ്ട, കഴിഞ്ഞതൊക്കെ പോട്ടെ, പുറക്കട്ടെ, അതൊക്കെ മറക്കാം. ഇനി അത് വേണ്ട. ഇനി നമുക്ക് എന്താ വേണ്ടത്? തുല്യനീതി, എല്ലാവർക്കും നീതി, വോയിസ് ഫോർ വോയിസ്ലെസ്, അല്ലെങ്കിൽ വോയിസ് ഓഫ് ജസ്റ്റിസ്, സാമൂഹ്യ നീതി, എല്ലാവർക്കും നീതി. അല്ല ഒരു കുടുംബക്കാർക്കും ഒരു വ്യക്തികൾക്കും വേണ്ട. പിന്നെ അതിൽ കോൺഗ്രസ്, ചില കോൺഗ്രസ്സുകാർ പറഞ്ഞാലോ അങ്ങനെ ആര്യാടൻ്റെ മകനെ വച്ചു കഴിഞ്ഞാൽ അത് കുടുംബാധിപത്യമാവുന്നു. എടോ നിങ്ങളൊക്കെ തെണ്ടികൾ എന്ന് പറയുന്നുണ്ട്. കുടുംബാധിപത്യം, ആര്യാടൻ്റെ മകന് കുടുംബാധിപത്യം. രാഹുൽ ഗാന്ധിയുടെ എന്താണോ, കാനഡ എന്താണ്, ചാണ്ടിയുടെ എന്താണ്, കാർത്തികൻ എന്താണ്, ഉമ തോമസ് എന്താണ്, രമാവര എന്താണ്? അതൊന്നും കുടുംബാധിപത്യല്ലേ? മുസ്ലിം സമുദായത്തിന് ഒരവസരം വരുമ്പോൾ കുടുംബാധിപത്യം വരും, ജാതി വരും, മതം വരും, ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. അതേ സ്ഥാനത്ത് മറ്റേതെങ്കിലും വിഭാഗത്തിൽ വന്നാൽ ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാകും, ദളിതുകൾക്ക് വന്നാലും ഉണ്ടാവും. പക്ഷെ ദളിതുകൾ നമുക്ക് വരുന്നില്ലല്ലോ. നിങ്ങൾ ആരെയാണ് ഈ പൊട്ടനാക്കുന്നത്? ഞാനൊന്നല്ല, ഞങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് കോൺഗ്രസ്സുകാരോട് പറയാം, ലീഗുകാരോട് പറയാം. ലീഗുകാരെ പറ്റിക്കാൻ എളുപ്പമാണ്, തങ്ങളെ പറ്റി എളുപ്പമാണ്, കുഞ്ഞാക്കെ പറ്റി എളുപ്പമാണ്. പക്ഷെ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, പാർട്ടി പ്രതിനിധികളെ പറ്റിക്കാൻ പറ്റില്ല. അവർ രാഷ്ട്രീയം പഠിച്ചാണ്, ഇന്ത്യൻ പൊളിറ്റിക്സ് അറിയാം, ലോക പൊളിറ്റിക്സ് അറിയാം, ഫിലോസഫി അറിയാം, മനഃശാസ്ത്രം അറിയാം, ശാസ്ത്രീയമായിട്ട് അറിയാം, അരിത്മെറ്റിക് അറിയാം, സാമൂഹ്യ നീതിക്ക് പ്രവർത്തിക്കുന്നതാണ്. സാമൂഹ്യ നീതി പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും തുല്യനീതി. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിനെയും നിങ്ങൾ നിസ്സാരി കാണരുത്. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വഴിയാണ്, കോൺഗ്രസ്സുകാർ വേണം ചെയ്തു. ഇപ്പം ഇവിടെ മുഖ്യ ശത്രുവായിട്ട് നിങ്ങൾ കാണേണ്ടത് അൻവറിനെ അല്ലല്ലോ, CPM തന്നെയാണ്. ഇപ്പോൾ CPM സീറ്റ് പിടിച്ചെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പറ്റുക ചെയ്യേണ്ടത് അൻവറിനെ തന്നെ മത്സരിക്കുക, അൻവർ ജയിപ്പിച്ചെടുക്കുക. പാർട്ടി ചേരലൊക്കെ പിന്നീട് അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് നിങ്ങൾ ചെയ്യോ? നിങ്ങൾ ധൈര്യമുണ്ടോ? അൻവർക്ക് ധൈര്യമുണ്ടോ? പിന്നെ എന്താണ് അൻവർ ഇത്ര പാടുവിട്ട് മാറിപ്പോകുന്നത്? അതൊക്കെ ഉദ്ദേശശുദ്ധി ഇല്ല എന്നുള്ളത്. ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അൻവറിനെ അവിടെ നിർത്താം, എങ്ങനെ സീറ്റ് പിടിച്ചെടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ആഫ്റ്റർ ഇലക്ഷൻ. അങ്ങനെ ചിന്തിക്കാൻ കോൺഗ്രസ് സാധിക്കുമോ? അൻവറിന് സാധിക്കുമോ? ജോയിക്ക് സാധിക്കുമോ? നൗഷാദ്, പിന്നെ ആര്യാടൻ മോഹൻ നൗഷാദ് സാധിക്കുമോ? ഇല്ല. അവർക്കെല്ലാം ആഗ്രഹമാണ് ജോയിക്ക് കിട്ടിയേ തീരൂ, നൗഷാദിന് കിട്ടിയേ തീരൂ. ഷൗക്കത്ത്
നിങ്ങൾ ചെയ്യേണ്ട ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് നില ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയാണ്, ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ആ സീറ്റ് എങ്ങനെയെങ്കിലും LDF പിടിച്ചെടുക്കുക എന്നുള്ളത്. അതാണ് ഏക ലക്ഷ്യം. ഓൺലി വൺ പോയിന്റ്. മറ്റ് ലക്ഷ്യങ്ങളൊക്കെ പിന്നീടാണ്, ആഫ്റ്റർ ഇലക്ഷൻ. അതിൽ നിങ്ങൾ അൻവറെ തന്നെ നിർത്തണം, ജയിപ്പിച്ചെടുക്കണം. ജോയി വോട്ട് ചെയ്യും, മറ്റൊക്കെ വോട്ട് ചെയ്ത് അവിടെ CPM തോൽപ്പിച്ച് അൻവറിനെ ജയിപ്പിച്ചെടുക്കണം. ആ ഒരു സീറ്റ് അൻവറിനെ അങ്ങോട്ട് നേർച്ചത്. ആ സീറ്റിൽ അൻവർ ജയിച്ചുകൊണ്ട് കോൺഗ്രസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, UDF ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇല്ലെങ്കിൽ മറ്റു കളിയിലൊക്കെ അപകടമുണ്ടാവും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അൻവറോട് പാടും നിങ്ങൾ തന്നെ അവിടെ മത്സരിക്കണം, നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ ആഫ്റ്റർ ഇലക്ഷൻ ശേഷം, അതല്ലെങ്കിൽ പ്രശ്നമാകും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്. കരിക്കുട്ടി.